വെളുത്ത കണക്കൊരു ഫീലും നല്ലൊരു ചെറിയൊരു ബ്രൈറ്റ് 3 ദിവസത്തുള്ളിൽ. പിന്നെ ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ബ്രൈറ്റ് വെച്ചിട്ടുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഞാൻ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണാം, വേറൊന്നുമല്ല. ഒന്ന്, എനിക്ക് ഏതൊക്കെ ക്രീമിട്ട് പണി കിട്ടിയിട്ടുണ്ട്, ഏതൊക്കെ ക്രീമിട്ടപ്പം നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ 10th പഠിക്കുമ്പോഴാണ്. അതും വേറൊന്നുമല്ല, അന്നൊക്കെ ഞാൻ അത്യാവശ്യം, അന്ന് വെച്ചാൽ ഓവർ വെളുപ്പല്ല, അത്യാവശ്യം നിറമൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിലും ഈ നിറമുള്ളവർക്ക് കുറച്ചും കൂടി നിറം വെക്കണമെന്നുള്ളൊരു ആക്രാന്തം അത് ഈ വെളുപ്പുള്ളവർക്ക് സാധാരണയായിട്ടുള്ളതാണ്. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, എന്നെ മാത്രമല്ല പറയുന്നത്, ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ചും കൂടിയൊക്കെ വെളുത്ത്, കുറച്ചും കൂടിയൊക്കെ ഗ്ലോ ആയിട്ട് പിങ്കിഷായിട്ടൊക്കെ ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ യൂട്യൂബിലൊക്കെ കുറേ നോക്കിയിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് പിമ്പിൾസ് ഒന്നും അധികമൊന്നുമല്ല, എനിക്ക് പീരീഡ്സ് ടൈമിൽ മാത്രമേ പിമ്പിൾസ് വരത്തുള്ളൂ. ഏതെങ്കിലും ഈ ഒരു സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമേ വരത്തുള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ വെളുക്കണമെന്നുള്ളൊരു ത്വരയുണ്ടല്ലോ, അതിങ്ങനെ മനസ്സിൽ കിടക്കുമായിരുന്നു. അപ്പോഴത്തേക്കിനും 10th പഠിക്കുമ്പോഴാണ് ഞാൻ ഓവറായിട്ട് എൻ്റെ സ്കിന്നിനെ പറ്റി ചിന്തിക്കാനും, അപ്പോഴാണ് ഞാൻ ഓവറായിട്ട് മേക്കപ്പും കാര്യങ്ങളും ഒക്കെ എനിക്ക് ചെയ്യണം, ത്രെഡ് ചെയ്യണം, അങ്ങനെയൊക്കെ എനിക്ക് തോന്നി തുടങ്ങിയത് 10th പഠിക്കുമ്പോഴാണ്. അത് അറിയാവുന്ന ഒരാൾ എൻ്റെ അടുത്ത് ഇതെനിക്ക് പറഞ്ഞത് ഇതാണ്. അതുപോലെ ആൾ നല്ല ഗ്ലോയി സ്കിന്നൊക്കെ ആയപ്പോൾ നല്ല ഗ്ലോ ഒക്കെ വെച്ച് ബ്രൈറ്റൊക്കെ ആയി സ്കിന്ന്. അപ്പം ഞാൻ ആർത്തും ഇതെനിക്ക് ചോദിച്ച് പറഞ്ഞ് തന്ന്. അത് വേറൊന്നുമല്ല, ഫൈസ ക്രീം ഉണ്ടല്ലോ, അന്ന് 200 അങ്ങാണ്ടുള്ള ഫ്ലിപ്കാർട്ടിലോ ഷോപ്സിയിലോ അങ്ങാണ്ട് ഞാൻ ഓർഡർ ചെയ്തത്. ഫ്ലിപ്കാർട്ടിലാണെന്ന് തോന്നുന്നു ഞാൻ ഓർഡർ ചെയ്തത്. അങ്ങനെ അത് വന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റ് മാത്രമേ ഇത് യൂസ് ചെയ്യാവൂ, പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല സോപ്പിട്ട് കഴുകി കളയണമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ വാങ്ങിച്ച് ഒരു 3 ദിവസം കഴിക്കുമ്പോൾ തന്നെ എന്താണ് കുറച്ച് എനിക്ക് വെളുത്ത കണക്കൊരു ഫീലും നല്ലൊരു ചെറിയൊരു ബ്രൈറ്റ് 3 ദിവസത്തുള്ളിൽ. പിന്നെ ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ബ്രൈറ്റ്, പക്ഷെ പെട്ടെന്ന് കയറിയങ്ങ് വെളുത്ത കണക്കായിപ്പോയി. അപ്പോൾ എന്നെ കാണുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് കയറി വെളുത്തിരിക്കുന്നത് എന്താണ് ഇടുന്നത്. പക്ഷേ ഞാൻ ആടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് ഈ ഫോട്ടോ ഉണ്ടായി, ഇത് കണക്ക് നല്ല ബ്രൈറ്റ് ആയിരുന്നു ഞാൻ കേട്ടോ. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഒരിടയ്ക്ക് വെച്ചിട്ട് ഇത്രയും വെളുത്തില്ലേ, അതുകൊണ്ട് ഞാൻ ആ ക്രീം അങ്ങ് സ്റ്റോപ്പ് ചെയ്തത്. ഇതിൽ കൂടുതൽ വെളുപ്പ് എനിക്ക് വേണ്ട, അത്യാവശ്യമൊക്കെ ആയി എന്നുള്ള ഇത് ചിന്ത വന്നപ്പോൾ ഞാനതങ്ങ് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേ എനിക്ക് ആൾ പറഞ്ഞു തന്നിട്ടില്ല അത് സ്റ്റോപ്പ് ചെയ്യരുത് എന്ന്. പക്ഷെ ഞാനത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് എൻ്റെ കവിളിലൊക്കെ ഇങ്ങനെ പിമ്പിൾസ്, ആദ്യം ചെറുതൊക്കെ വന്നു, പിന്നെ എൻ്റെ മൂക്കിലൊക്കെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് പിമ്പിൾസ് വന്നിട്ട് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു. പെട്ടെന്ന് ആയപ്പോഴത്തേക്കും ഞാനങ്ങ് പെട്ടെന്ന് കറക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ കുറച്ച് എന്ന് വെച്ചാൽ ഓവർ വെളുപ്പല്ലായിരുന്നു എനിക്ക് മുമ്പേ. ഈ ആവശ്യത്തിന് നിറം ഉണ്ടായിരുന്നു, ആ നിറത്തിനെയും കാട്ടി അങ്ങ് നല്ല രീതിക്ക് അങ്ങ് കറുത്ത്, എന്താ പറയുക, ഞാനങ്ങ് ഡാർക്കായി പോയണൊക്കെ പെട്ടെന്ന് കറുത്ത് ഒരുമാതിരി ആയിപ്പോയി. അങ്ങ് നിർത്തി, അതങ്ങനെ അങ്ങ് പിന്നെ ഞാൻ ഇട്ടിട്ടേ ഇല്ല. കാരണം പണി കിട്ടും. ചില സ്കിൻ ഇല്ലാത്ത പറഞ്ഞോടെ എൻ്റെ സ്കിന്നിന് പറ്റിയതേ ഇല്ല. ചില സ്കിന്നിന് അത് നിർത്തിയാലും ഒരു കുഴപ്പവും വരുത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് അറിയാവുന്നവരും ഉണ്ട് ഇട്ടിട്ട് ഒരു കുഴപ്പവും പറ്റാത്തവർ. പക്ഷേ എനിക്കത് പറ്റിയതേ ഇല്ല, എൻ്റെ സ്കിന്നിന് അത് പറ്റുന്നേ ഇല്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് ഞാൻ ഇടാതായപ്പോഴത്തേക്കും ഞാൻ ഒന്നുകൂടെ കറുത്ത്. പിന്നെ ഞാൻ ഒന്നുകൂടെ വീട്ടിൽ തന്നെ അരിപ്പൊടിയും പിന്നെ കടലമാവും പിന്നെ ഓരോന്നൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്ത് എൻ്റെ പഴയ സ്കിന്നിലോട്ട് ഞാൻ എത്തി. കാരണം എന്ന് പറഞ്ഞാൽ അത്ര അങ്ങ് എനിക്ക് എൻ്റെ സ്കിന്ന് ഡാമേജ് ആക്കിയായിരുന്നു, നല്ല ഡാമേജ് ആക്കി എൻ്റെ സ്കിന്ന്. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കാണിക്കേണ്ടിയൊക്കെ വന്നായിരുന്നു. കല്യാണത്തിനൊക്കെ മുമ്പ് എന്താണ് ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും യൂസ് ചെയ്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ജാസ്മിൻ ജാഫറിൻ്റെ ഒരു വീഡിയോ കാണുന്നത്, യൂത്ത് ഫേസ് ഉണ്ട് ഇല്ലാത്ത പറഞ്ഞുകൂടാ. എൻ്റെ സ്കിന്നിന് ഇത് ഓക്കെയാണ്, എനിക്ക് യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഒരിടയ്ക്കാണ് ജാസ്മിൻ ജാഫർ ഇത് കണക്ക് വീഡിയോ ഇട്ട് ആർക്കും എന്തോ പ്രോബ്ലം വന്ന് അങ്ങനെ കിഡ്നിയോ എന്തൊക്കെ അടിച്ചു പോയി, അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെയാണ്. ജാസ്മിൻ ജാഫർ അല്ല, ഇങ്ങനെ ഒരു ഇതൊക്കെ വന്നു, ഇത് യൂസ് ചെയ്തിട്ട് പണി കിട്ടിയവരുണ്ട് അങ്ങനെ എന്നൊക്കെ. അതോടെ ഞാൻ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. കാരണം എനിക്ക് പേടിയായി, ഞാൻ അങ്ങനെ യൂസ് ചെയ്തില്ല. പക്ഷേ ഇല്ലാത്ത പറഞ്ഞോട് അത് യൂസ് ചെയ്ത് നിർത്തിയിട്ടും എനിക്ക് പണിയൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് ഇപ്പോഴും യൂസൊന്നും ചെയ്യുന്നില്ല. കാരണം എനിക്കങ്ങനെ അതിനോടൊരു ഇത് പിന്നെ തോന്നിയിട്ടില്ല, ക്രീമിട്ട് വെളുക്കണം ഉള്ളത് തന്നെ മതിയെന്ന് വിചാരിച്ച് ഇപ്പം
ഒന്നും യൂസ് ചെയ്യും. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് പറഞ്ഞാൽ ഉള്ള ആ ഒരു നിറം കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. കാരണം എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പൈസ ഇട്ട് എൻ്റെ സ്കിന്ന് ഫുള്ള് ഡാമേജ് ആയിരുന്നു. പിമ്പിൾസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു പിമ്പിൾസ് തന്നെയായിരുന്നു. പക്ഷേ യൂത്ത് ഫേസിൻ്റെ ആ ഒരു റിവ്യൂ ഞാൻ അത് കണ്ട് പേടിച്ചിട്ടാണ് ഞാനത് നിർത്തിയത്. അല്ലാതെ എൻ്റെ സ്കിന്നിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല അത് യൂസ് ചെയ്യണമെന്ന്. കാരണം എൻ്റെ സ്കിന്നായിരിക്കത്തില്ല നിങ്ങളെ സ്കിന്ന്. അതുകൊണ്ട് ജാസ്മിൻ ജാഫർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 5 വർഷമായി ഈ ക്രീം ഇറങ്ങിയിട്ടെന്ന്. അപ്പോൾ അത്രയും വർഷം കൊണ്ട് ഇത് നിൽക്കുന്നുണ്ടെങ്കിൽ കൊള്ളാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്തതാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ നിർത്തി. കാരണം എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ നിർത്തി. കടലമാവോ അങ്ങനെ മഞ്ഞളോ അരിപ്പൊടിയോ അതിലൊക്കെ എന്തൊക്കെ ചെയ്യാം. അതൊക്കെ വെച്ചിട്ട് നമ്മളെ സ്കിന്ന് സേഫായിട്ട് നമ്മളെ സ്കിന്ന് എങ്ങനെയാണോ അങ്ങനെ കൊണ്ടുപോകണമായിരിക്കും നല്ലത്. ഒന്നും ഇട്ട് നമ്മളെ സ്കിന്ന് ഡാമേജ് ആക്കാതിരിക്കുന്നതായിരിക്കും. നമുക്കൊരു ചോദ്യം കാണും, ഞാൻ ഇപ്പോൾ ഒന്നും യൂസ് ചെയ്യുന്നില്ലേ? ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. വൈറ്റനിങ് ക്രീം ഒന്നും അല്ല, ഇതുപോലെ ഒരു ക്രീമുകളല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ സ്കിന്നിന് പറ്റിയ പോൺസിൻ്റെ മോയ്സ്ചറൈസറും പിന്നെ ഇതുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പുറത്തോട്ട് പോകുമ്പോൾ വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് എൻ്റെ സ്കിന്നിന് എൻ്റെ ലിപ്പിന് പറ്റിയത് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം എനിക്ക് ഇട്ട് പണി കിട്ടിയതും കുഴപ്പമില്ലാത്തതും ആയിട്ടുള്ള ഒരു ക്രീം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അടുത്തൊരു കിടിലൻ വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. ബൈ.